ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം 2025 ജാനുവരി മാസത്തിലാണ് നമ്മളിപ്പോൾ ഇയർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ആകുവാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ 2025, കാരണം നമ്മുടെ രാജ്യത്ത് പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആൾക്ക് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ ചില ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്, സെർട്ടൻ എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് പിന്നെ ആ വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കയ്യിലുള്ള ഇൻവെസ്റ്റബിൾ എമൗണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പല ഓപ്ഷൻസ് നമ്മുടെ രാജ്യത്തുണ്ട്. ആ പല ഓപ്ഷൻസിൽ ഒരു പോളിൻ്റെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് നിക്ഷേപമാണ് മികച്ച നേട്ടം നൽകുന്നത് 2025. അപ്പോൾ ഇതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അനാലിസിസ് ഒന്നുമല്ല. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റബിൾ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമുക്ക് പഠന വിധേയമാക്കിയിട്ട് നമുക്കത് ശ്രമിക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഇതൊരു ഫൈനൽ അനാലിസിസ് ഒന്നുമല്ല, കാരണം ഇത് മാത്രമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് മാത്രമാണ് 2025 കൂടുതൽ നേട്ടങ്ങൾ തരുന്നത് എന്നല്ല. ഒരു പോളിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ഡേറ്റ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഏതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ നിക്ഷേപ മാർഗങ്ങൾ ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇത് 2004 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2025 ഏത് നിക്ഷേപ മാർഗമായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി തരുന്നത്? അപ്പോൾ നമുക്കറിയാം ഒത്തിരി നിക്ഷേപ മാർഗങ്ങളുണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുണ്ട്, പിന്നെ സേവിങ്സ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഫിക്സഡ് ഡിപ്പോസിറ്റ് നമുക്ക് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്, നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ 2025 ഏറ്റവും കൂടുതൽ ഗെയിൻ എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ കിട്ടണമല്ലോ. റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI, അല്ലെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇപ്പോൾ ബാങ്ക് FD ഒക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺസ്, മ്യൂച്വൽ ഫണ്ട്സിലെ റിട്ടേൺസ്, ഇല്ലേ, ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺസ്, ഇതാണല്ലോ അതിൻ്റെ ടെർമിനോളജി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റിട്ടേൺസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, റിട്ടേൺസ് നമുക്ക് സിമ്പിളായിട്ട് പറയാം. റിട്ടേൺസ് 2025 ഏറ്റവും കൂടുതൽ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഏതാണെന്ന് നമുക്ക് ഇവിടുന്ന് പരിശോധിക്കാം. അപ്പോൾ അത് ഈ പറഞ്ഞ ചില ഓൺലൈൻ പോളിംഗ് അനുസരിച്ചുള്ള ചില റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഇതിനകത്തിലൊരു 100% ക്ലാരിറ്റി, നമുക്കിതിനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് നമ്മൾ എടുക്കരുത്. തീർച്ചയായിട്ടും ഇതിനെ നമുക്കൊരു എന്താണ് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ടായിട്ട് നമുക്ക് ഇതിനെ കരുതിയിട്ട് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും പ്രിഫറൻസ്. ഇപ്പം ചില ആൾക്കാർക്ക് സ്വർണത്തിൽ, ഗോൾഡിൽ ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും താല്പര്യം, ചിലർ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും, ചിലർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഡേ ട്രേഡിംഗ് ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻസ് ട്രേഡിംഗ് ഉണ്ട്, പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം. പിന്നെ ചിലർക്ക് മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കും. മ്യൂച്വൽ ഫണ്ട്സ് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകളുണ്ട്, അല്ലേ. അപ്പം ഡെറ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പിന്നെയും എന്താണ് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള സെഗ്മെൻറ്റ്സും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫറൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിനെ
ആ പ്രിഫറൻസിനെ ബേസ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഫേവറബിൾ എന്ന് തോന്നുന്നത്, അപ്പോൾ ആ രീതിയിൽ ആ വ്യക്തിയുടെ കയ്യിലുള്ള ഇൻവെസ്റ്റബിൾ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം എന്നാലും ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് മാത്രമാണ്, ബേസിക് ആയിട്ടുള്ള അനാലിസിസ് റിപ്പോർട്ട് മാത്രമാണ്. അപ്പം ഇത് പിന്നെ പൂർണ്ണമായിട്ടും ലോജിക്കലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് മോറോർലെസ് നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ധനം എന്ന് പറഞ്ഞ മാഗസിൻ്റെ ഓൺലൈൻ പോളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതിൽ പങ്കെടുത്ത 56% പേരും തിരഞ്ഞെടുത്തത് ഓഹരി വിപണിയിലെ നിക്ഷേപത്തെ തന്നെ. കാരണം നമുക്കെന്നറിയാം, ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം എന്താണ് ഡൈനാമിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ തന്നെ. അപ്പോൾ ഈ പോളിൻ്റെ അടിസ്ഥാനത്തിൽ 56% പേരും ഓഹരി വിപണിയെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് 30% ആൾക്കാർ സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ നേട്ടം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്, അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിന് അതിനുശേഷം മാത്രമുള്ള ഒരു റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപം കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന് അഭിപ്രായപ്പെട്ടവർ 7% ഉള്ളതെന്നാണ് പറയുന്നത് ഈ പോളിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം റിയൽ എസ്റ്റേറ്റിനോടുള്ള പ്രിയം ആൾക്കാർക്ക് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഈ ട്രെൻഡ് കാണിക്കുന്നത് പറയുന്നത്, ഈ സൂചന നൽകുന്നത്. കാരണം 7% മാത്രം ആൾക്കാരാണ് അവരുടെ പോളിൻ്റെ അടിസ്ഥാനത്തിൽ റിയൽ എസ്റ്റേറ്റിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം 56% സ്റ്റോക്ക് മാർക്കറ്റ്, ബാക്കി 30% സ്വർണം. അപ്പം 50, 30, 86, 7% റിയൽ എസ്റ്റേറ്റ്, 86, 7, 93, പിന്നെ ബാക്കി 7% മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ചൂസ് ചെയ്ത ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് ഈ പോളിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റാണെന്ന് പറയുന്നത്. സ്വർണം 2ാം സ്ഥാനത്താണ്. അപ്പം കഴിഞ്ഞ വർഷം 2024 ഈ പറഞ്ഞ മേഖലകൾ നൽകിയിട്ടുള്ള നേട്ടങ്ങളും അതിനെ അടിസ്ഥാനമാക്കി 2025 നമുക്ക് അങ്ങനെ അത് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള ഒരു വിവരണം നമുക്കിവിടെ നോക്കാം. അപ്പോൾ സ്വർണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, സ്വർണം എല്ലാവരെയും സംബന്ധിച്ചൊരു പ്രിഫറബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. കാരണം ഒത്തിരി ആൾക്കാർ സ്വർണത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റബിൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നൊരു ഫീൽഡാണ് അല്ലെങ്കിൽ ഏരിയയാണ് സ്വർണം എന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം സ്വർണം 2024 ആരംഭത്തിൽ 1 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം 1,21,430 രൂപ ആകുമായിരുന്നു അതിൻ്റെ മൂല്യം. ഏകദേശം 21.4% വർധനവ് സ്വർണ്ണവിലയിൽ ഉയർന്നത് ആണ് ഇതിന് കാരണം എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒരു ഇൻക്രീസ്ഡ് വാല്യൂവിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ. അതുപോലെ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി 15%-ൽ 6%-ആയി കുറച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ നേട്ടം കൂടുതൽ ആയിട്ട് ഉയർന്നതിനെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കൊല്ലവും സ്വർണ്ണവില ഉയരുമെന്നാണ് പ്രവചനം, ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞത്. സ്വർണ്ണവില ഉയരുന്നുണ്ട്, തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടാനുള്ള റിട്ടേൺസ് നമുക്ക് ഒരു ഇൻക്രീസ് റിട്ടേൺ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ ഈ പറഞ്ഞ ഡാറ്റയെ ബേസ് ചെയ്തിട്ട് 2025 സ്വർണം ഏറ്റവും മികച്ച ഒരു നിക്ഷേപ മാർഗമായിരിക്കും എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. അടുത്തത് ഓഹരി വിപണിയെക്കുറിച്ചാണ് പറയുന്നത്. ഓഹരി വിപണിയാണ് പോളിംഗിൽ ഏറ്റവും മുൻപന്തിയിൽ വന്നത്. 56% ആൾക്കാരും ഓഹരി വിപണിയെക്കുറിച്ചാണ് നല്ലൊരു നിക്ഷേപ മാർഗമായിട്ട്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡായിട്ട് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ പ്രിഫർ ചെയ്തത്, അല്ലെങ്കിൽ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ. അപ്പം കഴിഞ്ഞ കൊല്ലം 2024 സെപ്റ്റംബർ വരെ ഓഹരി വിപണിയിൽ നല്ല കുതിപ്പുണ്ടായിരുന്നു. പിന്നീട് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാകുമല്ലോ, ആ കറക്ഷനിലേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50, കാരണം നമ്മളുടെ ഇൻഡെക്സ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ, ഒന്ന് സെൻസെക്സും ഒന്ന് നിഫ്റ്റി 50 ആണല്ലോ. അപ്പോൾ ഈ 2 ഇൻഡെക്സിലെ നിഫ്റ്റി 50 സെപ്റ്റംബറിൽ 21% വരെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ എത്തിയപ്പോൾ അത് 8.6%-ലേക്ക് താഴുകയും ചെയ്തു എന്നാണ് പറയുന്നത്.
2024 ജാനുവരിയിൽ 1,00,000 രൂപ നമ്മൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ വർഷാവസാനം 1,80,580 രൂപ ആയിട്ടത് വർദ്ധിച്ചേനെ എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. മിഡ് ക്യാപ്പ് ഓഹരികളായിരുന്നുവെങ്കിൽ അത് ഏകദേശം 1,23,500 രൂപയായിട്ടത് വലിയ നേട്ടം ഉണ്ടാക്കി തന്നേനെ എന്ന് പറയുന്നുണ്ട്. 32% ഒരു ഘട്ടത്തിൽ ഇത് ഉയർന്നിട്ട്, അല്ലെങ്കിൽ ഈ കുതിപ്പിൽ 32% നേട്ടം ഉണ്ടാക്കിയതിന് ശേഷം കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കറക്ഷന് എല്ലാം കഴിഞ്ഞിട്ട് 23.5% നേട്ടത്തിലാണ് ഈ മിഡ് ക്യാപ്പ് ഓഹരികൾ വന്ന് നിന്നത്. അപ്പോൾ മിഡ് ക്യാപ്പ് ഓഹരികളാണ് കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല മെച്ചപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രകടനം കാഴ്ചവെച്ചതെന്നാണ് പറയുന്നത്. 23.5%, 32% ഉയർന്നിട്ട് അത് കറക്ഷൻ വന്നിട്ട് 23.5% വന്നത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബറിലോടുകൂടി എന്നുള്ളത്. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. കാരണം ട്രെൻഡുകൾ അല്ലെങ്കിൽ ഡാറ്റ സൂചിപ്പിക്കുന്നത് വളർച്ചയുടെ ഒരു പാതയാണ് സൂചിപ്പിക്കുന്നത്. കറക്ഷൻസ് ഉണ്ടാകും, പല കാലഘട്ടങ്ങളിലും പല സമയത്തും സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാകും. കറക്ഷൻസ് കഴിഞ്ഞിട്ടും അതിനൊരു സെറ്റിൽഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാകും. ആ സെറ്റിൽഡ് പൊസിഷൻ തീർച്ചയായിട്ടും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് തരുന്നതിനായിരിക്കും എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഇപ്പം 7% മാത്രം, ഈ പോളിംഗ് അനുസരിച്ച് 7% ആൾക്കാർ മാത്രമാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. കാരണം റിയൽ എസ്റ്റേറ്റിലെ ആൾക്കാർക്ക് താല്പര്യം കുറയുന്നു എന്നാണ് ട്രെൻഡ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. അപ്പം അതനുസരിച്ച് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ള നിക്ഷേപം അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ആൾക്കാർ അത് ഒരു ലീസ്റ്റ് പ്രിഫറബിൾ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. കൊച്ചിയിൽ പ്രോപ്പർട്ടി വില 5.98% വളർച്ച മാത്രമാണ് നേടിയത്. 1,00,000 രൂപ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഏകദേശം 1,05,980 രൂപ. കാരണം വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ശരിക്കും പറയുന്നത്. 1,00,000 നമ്മൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ വെറും 6,000 രൂപ പോലും ഇല്ല, 5,980 രൂപയോളം മാത്രമേ റിട്ടേൺ കിട്ടുമായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് 2.16% കുറവായിരുന്നു 24 നൽകിയിരുന്നത്. അതായത് 1,00,000 രൂപ നിക്ഷേപിച്ചാൽ അതിൻ്റെ മൂല്യം 97,840 രൂപയിൽ ഒതുങ്ങിയേനെ. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനകത്തുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടായേനെ. കൊച്ചിയെ സംബന്ധിച്ച് 5.98% വളർച്ച വളരെ മീഗറാണ്. 5.98 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5,980 രൂപയുടെ വർധനവ് മാത്രമേ ഉണ്ടാക്കി തരത്തുള്ളായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് വളരെ കുറവായിരുന്നു. നമ്മുടെ 1,00,000 രൂപ നിക്ഷേപിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ക്യാപിറ്റലിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ട് 97,840 രൂപയിൽ ഒതുങ്ങിയേനെ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഈ 3 ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓഹരി വിപണി തന്നെയാണ്. ഓഹരി വിപണിയിൽ നമുക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് എന്താണ് പറയുന്നത്, ഡേ ട്രേഡിംഗ് ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, ഓപ്ഷൻസ് ട്രേഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പ്രിഫർ ചെയ്യാനാണ്. കാരണം വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഇൻവെസ്റ്റർ ആകുക. മറ്റൊരു ട്രേഡിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ, ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ചില റിസ്കി ആയിട്ടുള്ള എലമെൻറ്റുകൾ അതിനകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പാതയിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽ ആസ്പെക്ട്സും ഒക്കെ പഠിച്ചിട്ട് നല്ലൊരു ഗ്രോത്ത് പ്രോമിസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് സ്റ്റോക്ക് നമുക്ക് പ്രിഫർ ചെയ്തിട്ട് നമ്മുടെ എമൗണ്ട് നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ലോങ് ടൈം പീരീഡിലൊക്കെ നമുക്ക് 5 years 10 years അല്ലെങ്കിൽ 15 yearsലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം വളരെ നല്ല റിട്ടേൺസുകൾ പ്രോമിസ് ചെയ്യുന്ന, ഓഫർ ചെയ്യുന്ന ഒത്തിരി ഫണ്ടുകൾ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലുണ്ട്. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ട്സും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെയാണ് ഗോൾഡ് കഴിഞ്ഞ വർഷം കമ്പാരിറ്റീവ്ലി നല്ല റിട്ടേൺസ് തന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷവും ആ പ്രോമിസ് ഒരിക്കലും അല്ലെങ്കിൽ ഒരു ഡിസ്കറേജിങ് ആകാനുള്ള സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് ഗോൾഡും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ചൂസ് ചെയ്യാവുന്ന മേഖലയാണ്. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലിറ്റിൽ ബിറ്റ് കോഷൻ, അല്ലെങ്കിൽ ഒരു അല്പം നമ്മൾ
ഈ കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ വർഷം അത്ര റിയൽ എസ്റ്റേറ്റിന്റെ ഗ്രോത്ത് വളരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കൊരു അപ്രീഷിയേറ്റീവ് അല്ലായിരുന്നു. അപ്പോൾ അപ്രീഷിയേറ്റീവ് അല്ലാത്തതിന് കാരണം അപ്രീഷിയേറ്റീവ് അല്ലാത്തത് കൊണ്ട് ഈ വർഷത്തെ ട്രെൻഡ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിന് നമുക്ക് ഈ ഓഹരിയും ഗോൾഡും റിയൽ എസ്റ്റേറ്റ് നമ്മൾ പരിഗണിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് നമുക്ക് 3-ാം സ്ഥാനം മാത്രമേ ഓർക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ടു ബി എ ലിറ്റിൽ മോർ കോഷ്യസ്, അല്ലെങ്കിൽ ഒരു അല്പം വിജിലൻ്റ് ആയിട്ട് മാത്രം ശരിയായിട്ടുള്ള കെയർഫുള്ളായിട്ടുള്ള സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നാണ് നമുക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ 3 ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലും നമുക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഓഹരിയും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ ഗോൾഡുമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിനെ നമുക്ക് ചൂസ് ചെയ്യാമെന്നാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്. ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 മേഖലകളാണ് തീർച്ചയായിട്ടും ഈ പഠനത്തിൻ്റെ. പിന്നെ മറ്റ് മേഖലകൾ, നിക്ഷേപ മാർഗങ്ങൾ അല്ലെങ്കിൽ മേഖലകൾ ഉണ്ട്, അതവിടെ പറയുന്നില്ല. അത് ഈ 3 മേഖലകളല്ലാത്ത തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിനൊരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി സംബന്ധിച്ച് ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഓൾമോസ്റ്റ് ഓൾ ബാങ്ക്സ് 6 മുതൽ 8% വരെ ഈ റിട്ടേൺസ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുണ്ട്, റിക്കറിങ് ഡിപ്പോസിറ്റ്സ്, അതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ലെസ് റിസ്ക്കിയാണ്, റിസ്ക് ഇല്ല. കാരണം അതൊക്കെ നമ്മുടെ ഫണ്ടുകൾ വളരെ സെക്യൂറാണ്, ഷുവറാണ്. ഒരു നിശ്ചിത അനുപാതത്തിലുള്ള അല്ലെങ്കിൽ നിശ്ചിത ശതമാനത്തിലുള്ള റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനകത്തിൽ കോംപ്രമൈസുകളൊന്നുമില്ല. അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബാങ്ക് FD അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീംസ് അതുപോലുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. റിസ്ക് അല്പം എടുക്കാൻ കഴിയുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് ഗോൾഡ്, ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് ഇതുപോലുള്ള മേഖലകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് 2025 നമുക്ക് പിന്നെ നമ്മുടെ നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മികച്ച നേട്ടം നൽകുന്ന നിക്ഷേപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഹരി വിപണി തന്നെയാണ്. അതിനുശേഷം ഗോൾഡാണ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് നമുക്ക് 3-ാമത് പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ റിപ്പോർട്ടുകളനുസരിച്ച് 2024 ആ മേഖല കേരളത്തിൽ എസ്പെഷ്യലി പ്രോമിസിംഗ് ആയിട്ടുള്ള വളർച്ച എൻഷുർ ചെയ്തില്ല. അതുകൊണ്ട് 2025 റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരു അല്പം കോഷ്യസ് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠനവിധേയമാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയാസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ എവരിവൺ.